തലൈവർ തമ്പി തലൈമയിൽ നിതീഷ് സഹദേവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. പുള്ളി ഫാലിമി എടുത്തതിന് ശേഷം ഒരു തമിഴ് സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ പലർക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് തമിഴ് സിനിമകളുടെ പൊതുവെയുള്ള രീതിയിലുള്ള ഹ്യൂമർ പുള്ളി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത്. ഫാലിമിയിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള തമാശകളൊന്നും ഒട്ടും തന്നെ ലൗഡ് സ്വഭാവത്തിലുള്ളതല്ല. തലൈവർ തമ്പി തലൈമയിൽ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഒരു സോഷ്യൽ സറ്റയർ പരിപാടി പിടിക്കാനാണ് നിതീഷ് സഹരചയിതാക്കളായിട്ടുള്ള അനുരാജിന്റെയും സാൻജോ ജോസഫിന്റെയും കൂടെ ശ്രമിക്കുന്നത്. ഉപദേശ സ്വഭാവത്തിലേക്ക് പോകാതെ കഥയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നതുകൊണ്ട് ചില കഥാപാത്രങ്ങൾക്ക് സിനിമയിലെ ആ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം പൂർണ്ണമായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വെറും 115 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ പടം വലിച്ചു നീട്ടൽ പരിപാടിയൊന്നും ചെയ്യാത്ത കണ്ടിരിക്കാവുന്ന ഒരു തമാശ പടമാണ്. ജീവരത്നം എന്ന പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ ആയിട്ടുള്ള ആളാണ് നമ്മുടെ നായകൻ. ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് എല്ലാ സ്ഥലത്തും പോയി മെയിൻ ആളാവണം എന്നതുകൊണ്ട് ഇളവരസ് എന്ന ആളുടെ മകളുടെ കല്യാണ തലേന്ന് ജീവ അവിടെ എത്തുകയാണ്. ഈ ഇളവരസും അയാളുടെ അയൽവാസിയായിട്ടുള്ള മണിയും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല. അതിന് പഴയ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിക്കും. അതോടെ ഒരു അടി പൊട്ടാനുള്ള ലെവൽ ടെൻഷൻ അവിടെ ഉണ്ടാകും. ഭീകരമായ ഈഗോകളെ ഹാൻഡിൽ ചെയ്യേണ്ട ഈ ഒരു സിറ്റുവേഷൻ ജീവ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നതാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. കുറച്ച് ബ്രോഡായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പടത്തിലെ സോഷ്യൽ സറ്റയർ ആംഗിൾ രസകരമാണ്. ഈ സിനിമയിൽ ജീവയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിന് ഒരു പർപ്പസ് ഉണ്ട്. തുടക്കത്തിൽ കല്യാണ വീട് കാണിക്കുന്ന സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ കഥയിലെ പ്രധാനപ്പെട്ട പല ഘടകങ്ങളെയും നിതീഷ് സട്ടിലായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചില മലയാളം സിനിമകളിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളുമായിട്ട് സാമ്യമുള്ളതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ സബ്ജക്റ്റ് നിതീഷ് തമിഴിൽ ചെയ്തത്. കാരണം ഒരു മലയാളി ഈ സിനിമ കാണുമ്പോൾ പല സ്ഥലത്തും വെള്ളിമൂങ്ങ, ജാനേമൻ, പിന്നെ ഈ അടുത്ത് വന്ന വ്യസന സമേതം ബന്ധുമിത്രാദികൾ മുതലായ സിനിമകളൊക്കെ മനസ്സിലേക്ക് വരും. ഇതിൻ്റെ എല്ലാം പ്ലേസ്മെൻറ്റ്, സ്റ്റേജിങ് മുതലായവ ഈ പടത്തിൽ പൂർണ്ണമായിട്ടും വേറെയാണ്. പക്ഷേ കഥാപാത്രങ്ങളും മൊമെൻറ്റുകളും ഒക്കെ നമ്മളെ മറ്റു ചില സിനിമകൾ ഓർമ്മിപ്പിക്കും. പാർട്ടോ ഫൈറ്റോ തിരികെ കയറ്റി സിനിമയെ ഒരു ഫെസ്റ്റിവൽ എൻ്റർടൈനർ ആക്കാനൊന്നും തിരക്കഥ ശ്രമിക്കുന്നില്ല. കഥയ്ക്ക് ആവശ്യമുള്ളത് എന്താണോ അത് തന്നെയാണ് തിരക്കഥയിൽ വരുന്നത്. ഇമോഷനുകളിലുള്ള കോൺട്രാസ്റ്റ് കാരണം ഈ സിനിമയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് പടം എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാൻ നമ്മളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇതിലെ നിർണായകമായ ഒരു ഇവന്റ് നടന്നു കഴിയുമ്പോൾ ഒരു കെയോസ് കോമഡിക്ക് വേണ്ട സ്റ്റേജ് അവിടെ സെറ്റ് ആവുകയാണ്. ഇനി അതിലേക്ക് കെയോസ് കൊണ്ടുവരാൻ തിരക്കഥ ഒന്നിലധികം കഥാപാത്രങ്ങളെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്ന കഥാപാത്രങ്ങളിൽ ചിലതൊക്കെ വർക്കാകുന്നുണ്ടെങ്കിലും ചില കഥാപാത്രങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു ഇമോഷൻ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇളവരസും മണിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണ് ഈ കഥയുടെ ഫൗണ്ടേഷൻ. ഒരുപാട് കഥാപാത്രങ്ങൾ കയറി വരുന്നതുകൊണ്ട് ബഹളം വേറെ ഒരു വഴിക്ക് പോകുന്നതുകൊണ്ട് ഈ ഒരു ഈഗോയെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ സിനിമയ്ക്ക് പറ്റാത്തതുപോലെ തോന്നി. കഥാപാത്രങ്ങൾക്കിടയിൽ കൺഫ്യൂഷനുകൾ വരുന്ന സീനുകളൊക്കെ വളരെയധികം രസകരമാണ്. ഫൈനൽ ആക്ടിൽ വെള്ളം അവർ ഉപയോഗിച്ചിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വിഷ്ണു വിജയുടെ മ്യൂസിക് സിനിമ അർഹിക്കുന്ന ആ ഒരു പെപ്പി ആയിട്ടുള്ള എനർജി കൊടുക്കുന്നുണ്ട്. ജീവ എന്ന കഥാപാത്രമായി ജീവ അനായാസം പെർഫോം ചെയ്യുന്നുണ്ട്. എപ്പോൾ കണ്ടാലും ഏതാണ്ട് ഒരേ പ്രായം തോന്നിക്കുന്ന പുള്ളിയുടെ ലുക്ക് ഈ മധ്യസ്ഥൻ പഞ്ചായത്ത് മെമ്പർ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പുള്ളിയെ സഹായിക്കുന്നുണ്ട്. ജീവയെ പോലെ ഇളവരസും ഈ പടത്തിൽ ഇളവരസ് എന്ന പേരുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ആ കഥാപാത്രത്തിന്റെ ഈഗോ പുള്ളി നല്ല രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വല്പം ലൗഡായിട്ട് അഭിനയിക്കുന്ന ഒരു രീതി തമ്പിരാമയ്ക്ക് ഉള്ളതാണ്. ഈ സിനിമയിൽ മണി എന്ന കഥാപാത്രം എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തമ്പിരാമയ്യയുടെ കാസ്റ്റിംഗ് അതിന് യോജിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പ്രധനാനാഥനാണ് ഫീമെയിൽ ലീഡായിട്ട് വരുന്നത്. തുടക്കത്തിൽ നല്ല സ്മാർട്ടായിട്ടുള്ള ആ കഥാപാത്രം ഒരു യൂഷ്വൽ ക്യാരക്ടറായിട്ട് പിന്നീട് മാറുകയാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഈ സിനിമയിൽ ഓർമ്മയിൽ നിൽക്കുന്ന പെർഫോമൻസ് കാഴ്ചവെച്ച ചിലർ സുഭാഷ് കണ്ണൻ, ജൻസൺ ദിവാകർ, സർജൻ കുമാർ എന്നിവരൊക്കെ ആയിരുന്നു. സംവിധായകൻ, എഴുത്തുകാർ, ക്യാമറാമാൻ, എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ ടെക്നിക്കൽ സൈഡ് 90% മലയാളികളുള്ള ഈ പടത്തിൽ ഡബ്ബ് ചെയ്ത വോയിസ് വെച്ച് വന്ന കുറച്ച് മലയാളി നടന്മാരുമുണ്ട്. അനുരാജ്, അമിത് മോഹൻ, സുർജിത്ത് മുതലായവരായിരുന്നു അവർ. ഈ പടത്തിന്റെ ഐഡിയയും ഒബ്വിയസ് ആയിട്ടുള്ളതും സിംബോളിക് ആയിട്ടുള്ളതുമായിട്ടുള്ള സെറ്റപ്പുകളും പേ ഓഫുകളും ഒക്കെ അതിനെ സാമാന്യം എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമയാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ട് ശീലിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ഊഹിക്കാൻ പറ്റും. ആ ഒരു പ്രഡിക്ഷനെ പൂർണ്ണമായിട്ടും പൊളിച്ചുകൊണ്ട് നമ്മളെ സർപ്രൈസ് ചെയ്യിക്കാൻ സിനിമയ്ക്ക് പറ്റുന്നില്ല. ചില ട്രാക്കുകൾ നല്ല രീതിയിൽ ചിരിപ്പിക്കുകയും മറ്റു ചിലത് വിചാരിച്ച് അത്ര അങ്ങോട്ട് എത്താതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന തലൈവർ തമ്പി തലൈമയിൽ തട്ടിക്കൂട്ടല്ല എന്ന് ധൈര്യമായിട്ട് പറയാവുന്ന സാമാന്യം തരക്കേടില്ലാത്ത ഒരു ചിരിപ്പടം തന്നെയാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്